മാവോയിസ്റ്റ് നേതാവ് സോമൻ കൂടി അഴിക്കുള്ളിലായതോടെ കേരളത്തിൽ അവശേഷിക്കുന്ന മാവോയിസ്റ്റുകളുടെ എണ്ണം 2 ചുരുങ്ങി. വയനാട്, തലപ്പുഴ, ആറളം മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2 പേരെയും ഉടൻ പിടികൂടാൻ കഴിയുമെന്ന തീവ്ര ശ്രമത്തിലാണ് പോലീസും ഭീകരവിരുദ്ധ സേനയുമുള്ളത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സോമൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഭീകരവിരുദ്ധ സേനയുടെ പിടിയിലായത്. കേരളത്തിൽ ആകെ അവശേഷിക്കുന്നെന്ന് കരുതുന്ന 3 മാവോയിസ്റ്റുകളിൽ ഒരാളാണ് സോമൻ. കബനിതളം രൂപീകരിച്ച് വയനാട്ടിലെ കാടുകളിലും ആറളം മേഖലയിലും പ്രവർത്തിച്ചവരെയാണ് സോമൻ അകത്തായത്. സംഘത്തിൽ ഇനി അവശേഷിക്കുന്നത് CP മൊയ്തീനും സന്തോഷും മാത്രം. ദളത്തിൽപ്പെട്ട ഉണ്ണിമായയും ചന്ദ്രവും കഴിഞ്ഞ നവംബറിലാണ് അറസ്റ്റിലായത്. ഈ മാസം 14-ന് മനോജ് കൊച്ചിയിൽ വെച്ച് പിടിയിലായി. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റതോടെ കർണാടക സ്വദേശി സുരേഷും കീഴടങ്ങി. കബനിതളം ഏരിയ സെക്രട്ടറിയും മുൻ കമാൻഡറുമായ ആന്ധ്ര സ്വദേശി കവിത ആറളത്ത് അയ്യങ്കുന്നിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. കർണാടക, തമിഴ്നാട് സ്വദേശികളായ മറ്റു മാവോയിസ്റ്റുകൾ കൂടി കേരളം വിട്ടതോടെ എണ്ണം 2-ലൊതുങ്ങി. തലപ്പുഴ മക്കിമലയിൽ മാവോയിസ്റ്റുകൾ